നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ചേർന്ന് കരങ്ങളൊക്കെ അടിച്ച് പാടി ദൈവത്തെ പലരും ഇന്ന് വന്നിട്ടില്ല. കടന്നു വന്നവർ ചേർന്നൊന്ന് ആരാധിച്ച് കർത്താവിനെ ബലപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ദൈവസനിൽ കടന്നു വന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ഈ വീണ്ടെടുപ്പിൻ്റെ പകൽക്കാലം കർത്താവ് നമുക്കൊരവസരം കൂടെ തന്നല്ലോ. ഈ പ്രഭാതത്തിൽ ഒരു സങ്കീർത്തന ഭാഗം വായിച്ചിട്ട് നമുക്ക് ചില ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 115 സങ്കീർത്തനം, സാംസ് 115 നമുക്ക് വാക്യപ്രതി വാക്യമായി വായിച്ചിട്ട് ചില ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ചെയ്യുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. ഇസ്രായേലെ, യഹോവയിൽ ആശ്രയിക്കുക, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിക്കുവിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. അവൻ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. അവസാനത്തെ വാക്യം ചേർന്ന് വായിക്കാം. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിക്കും. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ആ യഹോവയ്ക്ക് സ്തുതിയും ആരാധനയും പുകഴ്ചയും ബഹുമാനവും മഹത്വം അർപ്പിക്കാം. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. എന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ ഒരു പ്രാവശ്യം കൂടെ ശേഷിപ്പിച്ച് ഈ വിശുദ്ധ ആലയത്തിൽ കൊണ്ടുവന്ന് വിശുദ്ധന്മാരോട് കൂടെ ഈ ജീവനുള്ള ദൈവത്തെ, ജീവിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ കർത്താവ് ഒരവസരം കൂടെ തന്നതിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ അമ്മയെ ശരീരത്തിന് ബലം തന്ന്, അമ്മയെ ആരോഗ്യം തന്ന്, ബലത്തോടും സൗഖ്യത്തോടും കൂടെ തിരുസന്നിൽ കടന്നു വന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനായി കർത്താവിനെ ആരാധിപ്പാൻ, സ്തുതിപ്പാൻ കർത്താവ് ഒരു അവസരം തന്നതിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ, 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 ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ആമേൻ, ജാതികളുടെ വിഗ്രഹങ്ങൾ, അവർക്ക് ജീവനില്ല, അവയെല്ലാം വിഗ്രഹങ്ങൾ മാത്രമാണ്. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്ന ഏവർക്കും അവൻ സഹായവും പരിചയമാണ്. അവൻ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ക്രൂശിലൂടെ സ്വപുത്രനെ തന്ന് നമ്മെ വീണ്ടെടുത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് നമുക്ക് മൗനമായിട്ട് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ കഴിയത്തില്ല. കാരണം വലിയ ദൈവിക അനുഗ്രഹത്താൽ കർത്താവ് നമ്മളെ നിറച്ചിരിക്കുകയാണ്. അമ്മയെ ഒരു ഭൗതിക നന്മ ലഭിക്കുമ്പോൾ നാം എത്രയും ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ അതിലെത്രയോ മടങ്ങായിട്ട് ഇത്രയും വലിയൊരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ച അർപ്പിക്കുക. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ദൈവസന്നിധിയിൽ കടന്നു വന്നത്. ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത്, അവൻ്റെ സ്നേഹത്തെ ഓർത്ത്, അവൻ്റെ വീണ്ടെടുപ്പിനെ ഓർത്ത്, അവൻ്റെ കരുണയെ ഓർത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം അവൻ്റെ നാമത്തിന് തക്ക മഹത്വം അർപ്പിക്കാം. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് മാത്രം ആരാധനയ്ക്കും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനാകിയാൽ അങ്ങേ വാഴ്ത്തുന്നു പാടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആമേൻ. ദൈവപിതാവേ, എന്നോടെ താതൻ നീ, ദൂതന്മാരാപ്പക വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി
രക്ഷകൻ നീ ദൂതന്മാരാപകൽ വാഴ്ത്തിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ പാവനാത്മാവേ ആശ്വാസപ്രദൻ നീ ദൂതന്മാരാപകൽ വാഴ്ത്തിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ ദൂതന്മാരാപകൽ വാഴ്ത്തിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നന്ദിയാൽ വണങ്ങും തിരുമുൻപിലെന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ ആരാധനയ്ക്ക് യോഗ്യൻ സ്തുതികൾക്ക് ബഹുമാനത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യൻ ത്രിയേക ദൈവം മാത്രം അവനാണ് എൻ്റെ പിതാവ് അവനാണ് എൻ്റെ രക്ഷകൻ അവനാണ് എൻ്റെ ആശ്വാസപ്രദൻ ജീവിതത്തിൻ്റെ ഏതാ വഴികളിലും എനിക്ക് പിതാവായി
എനിക്ക് പിതാവായി, എൻ്റെ കർത്താവായി, എൻ്റെ ആശ്വാസപ്രദനായി ഓരോ ദിവസവും എന്നെ നടത്തുന്ന വൻ കൃപയ്ക്കായി നന്ദി കർത്താവേ. അങ്ങ് മാത്രം യോഗ്യൻ, യോഗ്യൻ, യോഗ്യൻ. ആരാധനയും സ്തുതിയും ബഹുമാനവും വന്ദനവും പുകഴ്ചയും സ്വീകരിപ്പാൻ യോഗ്യനേ, യോഗ്യനേ, യോഗ്യനേ. യോഗ്യനായുള്ളവേ, സ്തുതികൾക്ക് പുകഴ്ചയ്ക്ക് യോഗ്യനായുള്ളവേ, ഇത് പകൽക്കാലം അങ്ങയുടെ നാമം മാത്രം ഉയർത്തപ്പെടട്ടപ്പാ. ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ അനുഗ്രഹിച്ച, നിത്യമായ അനുഗ്രഹത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച എൻ്റെ കർത്താവേ, അങ്ങ് മാത്രം സ്തുതികൾക്കും ബഹുമാനത്തിനും വന്ദനത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യൻ. അങ്ങ് മാത്രം പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. പരിശുദ്ധനാകിയാൽ വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയിലും സത്യത്തിലും ആത്മാവിലും കർത്താവേ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ജീവനുള്ളവരുടെ ദേശത്ത് മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതെ ഇരിക്കുമ്പോൾ, ജീവനുള്ളവരുടെ ദേശത്ത് ഈ വിശുദ്ധനായ ദൈവത്തെ, ഈ ജീവനുള്ള ദൈവത്തെ ജീവനിലും ആത്മാവിലും ആരാധിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിച്ചതിന് നന്ദിയപ്പാ. ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. ആമേൻ, 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 ആമേൻ. ബഹുമാനവും മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും ആരാധനയും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായുള്ളവേ അങ്ങേക്ക് ആരാധന. മഹത്വം, 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 മഹത്വം. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തുല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തുല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു എനിക്കു തന്നോ എൻ ദൈവത്തിനോ സ്തുതി തന്നെ. പുതിയൊരു എനിക്കു തന്നോ എൻ ദൈവത്തിനോ സ്തുതി തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും
മഹത്വത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിന് ആരാധനയ്ക്ക് സ്തുതികൾക്ക് സ്തോത്രത്തിന് വന്ദനത്തിന് യോഗ്യനായുള്ളവേ, എല്ലാ പുകഴ്ചയും എല്ലാ സ്തുതികൾക്കും എല്ലാ ബഹുമാനത്തിനും ആരാധനയ്ക്കും വന്ദനത്തിനും യോഗ്യനായുള്ളവേ, എന്റെ കാലുകളെ പാറമേൽ നിർത്തി, ഉറപ്പുള്ള പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്റെ ദൈവത്തിന്, ജീവനുള്ള ദൈവത്തിന്, ജീവനുള്ള ദൈവത്തിന് അത് സ്തുതി തന്നെ, സ്തുതി തന്നെ, സ്തുതി തന്നെ. എല്ലാ ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായ കർത്താവേ, ആരാധന 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 സ്തുതി ബഹുമാനം മഹത്വം പുകഴ്ച എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവേ, കൃപയ്ക്കായി 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 നന്ദിയോട് 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 സ്തോത്രം ചെയ്യുന്നപ്പാ. മഹത്വം 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 മഹത്വം. തുടർന്നുള്ള ശുശ്രൂഷയെ വഹിച്ചുകൊണ്ട് അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിക്കാനായി അപേക്ഷിക്കുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും സൂമിൽ ആയിരിക്കുന്ന ആലയത്തിലായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്ന ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ പാതവീട് നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. തുടർന്ന് ബിഫോർ ഐ ഗോ ഫർദർ, യങ്സ്റ്റേഴ്സ് ടു കം ഫോർവേഡ്. Light of the world, you stepped down into darkness. Open my eyes, let me see beauty that made this heart adore you. Hope of a life spent with you. Here I am to worship. Here I am to bow down. Here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. Jeremiah 10:10. For the Lord is the true God. He is the living God. He is the eternal King. For when he is angry, the earth trembles and the nations cannot endure his wrath. God is our refuge and strength, and ever present help in trouble. Joshua 24, verse 15. For me and my house will serve the Lord. Proverbs 10, verse 1. A wise son makes a glad father, but a foolish son is a sorrow to his mother. Jeremiah 10, verse 10. But the Lord is the true God. He is the living God, the eternal King. When he is angry, the earth trembles, and the nation cannot endure his wrath. Be kind and compassionate to one another, forgiving each other, just as in Christ God forgave you. Ephesians 4, verse 32.
Jeremiah 10 verse 10. But the Lord is the true God. He is the living God, the eternal King. When he is angry, the earth trembles. The nations cannot endure his wrath. Matthew 11, verse 29 and 30. Take my yoke upon you and learn from me, for I am gentle and humble in heart, and you will find rest for your souls. For my yoke is easy and my burden is light. Romans chapter 6, verse 12 and 13. Therefore do not let sin reign in your body, so that you will not obey its lust, and do not go presenting the members of your body as instruments of unrighteousness to sin, but present yourself before God as those alive from the dead, and your members as instruments of righteousness to God. For I do not consider the present sufferings to be worthy to be compared to the glory that shall be revealed in us. The whole creation waits in eager expectation for the sons of God to be revealed. Romans 8, 18 and 19. Matthew 11, verses 29 and 30. Take my yoke upon you and learn from me, for I am gentle and humble in heart, and you will find rest for your soul. For my yoke is easy and my burden is light. നമുക്ക് ഉപയോഗിച്ചാൽ പ്രാർത്ഥിക്കും, പക്ഷെ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സഭയായിട്ട് ഒന്നിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് തന്ന ദാനങ്ങളാണ്. ദൈവസഭയിലാണ് അവർ വളരുന്നത്. അവർ പറയുന്ന വചനം ജീവനും ചൈതന്യമുള്ള ദൈവവചനമാണ്. ആ വചനത്തിൽ ജീവൻ വ്യാപരിക്കുന്നുണ്ട്. അവർ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുക. അവർ വളരുന്നതോറും ദൈവകൃപയിൽ വളരുവാൻ, ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്നവരായി വളരുവാൻ, ദൈവനാമത്തിൻ്റെ മഹത്വം അവരിൽ കൂടെ ഉണ്ടാകുവാൻ കർത്താവ് അവരെ ഒന്നിച്ചനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബേച്ചാനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. താങ്ക് യു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇംഗ്ലീഷ് പാട്ടുകളെ പാടി അല്പനേരം ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നിച്ച്. Praise the Lord. Hallelujah. Everybody just looks so sad right now. But I just want you all to be happy because we are here because God made us. He helped us to come here. How many of you believe that? Amen. It says in 1 John 3:16, this is how we know what love is. Jesus Christ laid down his life for us. Amen. Did he lay down his life or not? He did because he loves us. Amen. How many of you are willing to lay down your life? Amen. Amen.
as we worship today, let's look at His love. Nothing else. You might be standing here thinking, nobody is there to love me. But let me tell you, Jesus loves you so much that He laid His love, His life down for you. And as we sing about His amazing grace that He gave us, let's all worship Him in truth and spirit. Who breaks the power of sin and darkness, whose love is mighty and so much stronger, the King of glory, the King above all kings, who shakes the whole earth with holy thunder, and leaves us breathless in awe and wonder, the King of glory, the King above all kings. This is amazing grace. This is unfailing love, that you would take my place, that you would bear my cross. You laid down your life, that I would be set free. Oh, Jesus, I sing for all that you've done for me. Who brings our chaos back into order, who makes the orphan a son and daughter, the King of glory, the King of glory, who rules the nations with truth and justice, shines like the sun in all of this brilliance, the King of glory, the King above all kings. Oh, this is amazing grace. This is unfailing love, that you would take my place, that you would bear my cross. You laid down your life, that I would be set free. Oh, Jesus, I sing for all that you've done for me. Oh, worthy is the Lamb who was slain. Worthy is the King who conquered the grave. Worthy is the Lamb who was slain. Worthy is the King who conquered
letting you have? What is holding you back this morning? Amen. Hallelujah. Hallelujah. Lord, come here. Cleanse us. Lord, whatever is holding back our worship, let it be gone in the name of Jesus. You are worthy of our worship. You are worthy of our praise. Thank you, Lord, for your breath that we are breathing right now. There's a lot of people who wants to worship, but they cannot. But we are worshiping. We are standing here because of your love. Hallelujah. You're worthy, Lord, you're worthy. You're worthy, Lord, you're worthy. Worthy of every song we could ever sing. Worthy of all the praise we could ever bring. Worthy of every breath we could ever breathe. We live for you. Jesus, the name above every other name. Jesus, the only one who could ever save. Oh, worthy of every breath we could ever breathe. We live for you. Oh, we live for you. Oh, holy, there is no one like you. There is none beside you. Open up my eyes in wonder and show me who you are and fill me
4 says, I will bless the Lord at all times, and his praises shall continually be in my mouth. Let us not stop worshiping because this song is done. Amen. Hallelujah. You might be joyful today, you might not be. You might be healthy today, you might not be. But in all of this, he is the God, and he reigns over all of things. Amen. Hallelujah. Can we keep praising him because he is worthy? He gives us the strength to do that because his presence is in us. Amen. So let's continue to find strength. No matter how we feel today, he is still God and he still reigns. There's nothing worth more that could ever come close. No thing can compare. He's our living hope. Your presence, Lord.
presence, Lord. We pray, oh God, that you would continue to minister to us, oh Lord. May your spirit just overcome us, Lord Jesus. Let us not box you, Father. We pray, oh God, that you would continue to speak through your minister, Lord Jesus. Anoint him with your presence. Lord, give us the strength to go through this week, for you are with us, Lord. Thank you for everything that you do. In your name we ask and we pray. Amen. Amen. You may be seated. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും സൂമിലും ആലയത്തിലുമായിരിക്കുന്ന, ഇതൊക്കെ ഒന്ന് മാറ്റിക്കുക മക്കളെ, എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പല ഭവനങ്ങളിലും ശാരീരികമായ ക്ഷീണിതരായിരിക്കുന്നുണ്ട്. കടന്നു വന്നത് തന്നെ ഇച്ചിരി കൂടെ ബലത്തോടെ ഇരുന്നാൽ നല്ലതാണ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനും അല്പമായ ക്ഷീണിതനാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ചെവി രണ്ടും അടഞ്ഞിരിക്കുമ്പോൾ നിങ്ങളൊന്നും പറയുന്നത് കേൾക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നി ഇന്ന് ആരും ആരാധിച്ചില്ലെന്ന്. പക്ഷേ എൻ്റെ കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പമല്ല. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ഇംഗ്ലീഷ് ചർച്ച്, മലയാളം ചർച്ച് ഒന്നിച്ചാണ് ഇന്ന് ആരാധന. സാധാരണ അങ്ങനെ തന്നെയാണ്. എന്നാൽ കർത്താവദാസൻ ജെയ്സൺ ഒരു മെസ്സേജ് അയച്ചു, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ലെന്ന്. പിന്നെ ബാക്കിയുള്ള സമയം മാത്യുവും ഭാഷ എടുക്കും. അതുകൊണ്ട് ആരെയും പല ഇംഗ്ലീഷ് ചർച്ചക്കാരും ഇല്ല ഇവിടെ. കാരണം മാത്യുവും ഭാഷ അല്ലയോ പ്രസംഗിക്കുന്നത്, മലയാളമായിരിക്കും കൂടുതൽ, ഇംഗ്ലീഷ്. പക്ഷേ ഐ ട്രൈ മൈ ബെസ്റ്റ് ലെവൽ. ബാക്കി ഞാൻ മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷ് ചർച്ചക്കാർ പലരും ഔട്ട് ഓഫ് സ്റ്റേഷനിലാകട്ടെ, ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പലരും ഔട്ട് ഓഫ് സ്റ്റേഷനിൽ കടന്നു പോയിരിക്കുന്നു. നമ്മുടെ പ്രിയ സാജൻ ബ്രദറും കുടുംബവും അവരും ഔട്ട് ഓഫ് സ്റ്റേഷനിലാണ്. മറ്റേ പല പ്രിയപ്പെട്ടവരും പല കാര്യങ്ങൾക്ക് അവരോടായിരിക്കും. ബാക്കിയുള്ളവർ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ച യോഗവിവരം വെനസ്ഡേയും വെള്ളിയാഴ്ചയും നാം അതുപോലെ തന്നെ ആയിരിക്കും. രാവിലെ എല്ലാ ദിവസവും സഹോദരിമാരുടെ മീറ്റിംഗുണ്ട്. മീറ്റിംഗ് അല്ല, പ്രാർത്ഥനയുണ്ട്. രാവിലെ 6 മണിക്ക്, 7:30 സഹോദരന്മാരുടെ മീറ്റിംഗുണ്ട്. ഞാൻ ആദ്യമേ പറയുന്നത് യോഗം കഴിയുന്ന ചിലർക്ക് പോകുമല്ലോ, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. പിന്നെ ഈ ആഴ്ച എല്ലാ വർഷത്തിൻ്റെയും ആദ്യത്തെ കോട്ടേജ് മീറ്റിംഗ് പാസ്റ്റർ വീട്ടിൽ വെച്ചാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് അടുത്ത ശനിയാഴ്ച വൈകിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ചായിരിക്കും കോട്ടേജ് മീറ്റിംഗ്. മറ്റ് ഏത് കോട്ടേജ് മീറ്റിങ്ങിനും വന്നില്ലേലും ഇംഗ്ലീഷ് ആൻഡ് മലയാളം ചർച്ച് ഒരു എക്സ്ക്യൂസുമില്ല, നിങ്ങൾ കടന്നു വരണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അത് ആദ്യത്തെ അല്ല, ഈ വർഷം ആദ്യം നിങ്ങൾ ആബ്സെൻ്റ് ആയാൽ എല്ലാ മീറ്റിങ്ങിലും ആബ്സെൻ്റ് ആകും. അതുകൊണ്ട് കടന്നു വരണം. നാട്ടിൽ പോകുന്നവർ മാത്രം വരണ്ട എന്ന് ഓർപ്പിക്കുന്നു, പ്രത്യേകം ഓർപ്പിക്കുന്നു, ബാക്കിയുള്ളവരുടെയും വിഷയം. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. 11-ന് ഈ മീറ്റിംഗ് ആശീർവാദം പറയും. അതിനുശേഷം ബ്രേക്കൊന്നും എടുക്കുന്നില്ല, കണ്ടിന്യൂസ് നമുക്ക് ജനറൽ ബോഡി മീറ്റിങ്ങിന് വേണ്ടി പോകാം. ഒരു 12 ആകുമ്പോഴത്തേക്ക് മിക്കവാറും കഴിയും. അതിനുശേഷം എല്ലാവർക്കും ആഹാരം ക്രമീകരണമുണ്ട്, സൂമിലുള്ളവർക്ക് ഒഴിച്ച്. ബാക്കി എല്ലാവർക്കും ഉണ്ട്. അവരവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരവരവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷിക്കണം. ഇവിടെ ഉള്ളവരെ ഇവിടുന്ന് ഭക്ഷിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് അല്പനേരം വചനത്തിലേക്ക് കിടക്കാം. ഞാൻ കൂടുതൽ മലയാളമായിരിക്കും. ഇംഗ്ലീഷിലുള്ള വേർഡ്സസ് കൊടുക്കുമ്പോൾ നിങ്ങളത് നോക്കി മനസ്സിലാക്കാനേ ഉള്ളൂ. അധികം ധാരാളമായി സമയം ഞാൻ എടുക്കത്തില്ല. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. 1 John chapter 3, very famous word. 1 John chapter 3 verses 1 through 3.
Amen. Behold what manner of love the Father has bestowed on us, that we should be called children of God. Therefore, the world does not know us because it did not know him. Verse 2. Beloved, now we are children of God, and it has not yet been revealed what we shall be. But we know that when he is revealed, we shall be like him. For we shall see him as he is. And everyone who has this hope is in him purified in himself, just as he is pure. Praise the Lord. അങ്ങനെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേർഡ് കണ്ടോ? വി ഷാൽ സീ ഹിം ആസ് ഹി ഈസ്. അവൻ ആയിരിക്കുന്നത് പോലെ നാം അവനെ കാണും. വിശ്വാസമുള്ളവർ ദൈവത്തെ ശ്രദ്ധിക്കാമോ? ഞാൻ ഇന്ന് സ്ലൈഡിനകത്ത് ടോപ്പിക്കൊന്നും എഴുതിയിട്ടില്ല. ബട്ട് മൈ ടോപ്പിക് ഈസ് സീ വാട്ട് യു ബിലീവ്. വിശ്വസിക്കുന്നതിനെ കാണാം, കാണുന്നതിനല്ല വിശ്വസിക്കുന്നത്. കാണുന്നതിനെ വിശ്വസിക്കുന്നതിന് വിശ്വാസമല്ലല്ലോ. സീ വാട്ട് യു ബിലീവ്. കർത്താവേ, ഈ പകൽ അടിയും കൂടെ വ്യക്തമായി സംസാരിക്കണമേ. അങ്ങയുടെ വചനത്തിന് അവിടത്തോളം വലുപ്പമുണ്ട്. ഞങ്ങളോട് സംസാരിക്കുമല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. മക്കളെ, മാറ്റിയത് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവാത്മാവ് സഭയോട് തന്ന ഒരു ദൂത, ഭയപ്പെടരുത്. തിരുവചനത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപദേശമായി പല കാര്യങ്ങളുണ്ട്, ഇത് മാത്രമല്ല, ഉപദേശമായി. കാരണം സംഭവങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് നമുക്ക് അറിയാൻ വയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ഇന്ന് വൈകുന്നേരം എന്ത് നടക്കുന്ന പോലും അറിയത്തില്ല. പിന്നാണോ ഈ വർഷത്തെ കാര്യം. എന്നാൽ എല്ലാം അറിയാവുന്ന ഒരു ദൈവമാണ് ദൈവാത്മാവിൽ നമ്മോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതിൻ്റെ അർത്ഥം ഭയപ്പെടുവാൻ തക്കവണ്ണം സാഹചര്യം വരാമെന്നല്ലേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭക്തനോട് ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ പറയട്ടെ, ദൈവം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശവുമുണ്ട്. സ്തോത്രം. ദൈവം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിഹൈൻഡിൽ ദർ ഇസ് എ പർപ്പസ് ഫോർ ദാറ്റ് മെസ്സേജ്. അത് ദൈവം ചെയ്യും. ദൈവം സഹായിക്കട്ടെ. എന്ന് പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലവും ഈ ദിവസങ്ങളിലും ദൈവാത്മാവ് എന്നോട് പറഞ്ഞ 1-2 ആലോചനയുണ്ട് അടുത്ത ചില 1-2 ആഴ്ചകളിൽ. അത് 1 ലവ്, 2 ഗ്രോ, 3 സെർവ്, 4 ഗോ. അപ്പോൾ 1 2 നമ്മളെ അതൊന്നിട്ട് 1 ലവ്, 2 ഗ്രോ, 3 സെർവ്, 4 ഗോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 4 വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വളരെ പ്രാർത്ഥിച്ച് ഈ 2 ദിവസം ഇന്നത്തേക്ക് ഒരു മെസ്സേജ് തയ്യാറാക്കിയപ്പോൾ ദൈവാത്മാവ് വേറൊരു വ്യക്തിയിൽ കൂടെ ഇതേ ആലോചന എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ ഈ ടോപ്പിക്ക് 4 എണ്ണം ഉണ്ട് അതിനകത്ത്. അതിൽ 1 ഇന്ന് പറയത്തുള്ളൂ. ബാക്കി ഗ്രോ, നമുക്കറിയാമല്ലോ ഗ്രോ എന്ന് പറഞ്ഞാൽ എന്തുവാ? വളരുക. 3 വളർന്നാൽ പിന്നെ എന്ത് ചെയ്യും? That person will serve the Lord. ഇതെല്ലാം കഴിയുമ്പോഴത്തെ പിന്നെ ആരും ഇവിടെ കാണത്തില്ല. ലിജിപ്പാട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ കാണണം. Praise the Lord. അപ്പോൾ ഇത് ഈ വിഷയത്തോളം മതി. ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണ് എല്ലാം. മതി, മക്കളെ മാറ്റിയിട്ടാൽ. അപ്പോൾ ഈ വായിച്ച വേദഭാഗത്തിൽ it says like this, behold. Behold means consider, take a look, observe, see
വാച്ച്, ഇതെല്ലാം ഉണ്ട് അതിൻ്റെ മീനിങ്. കൺസിഡർ, ടേക്ക് എ ലുക്ക്, വേർ ടു ലുക്ക് അറ്റ് ദ ക്രോസ് ഓഫ് കാൽവറി. ക്രൂശിലേക്ക് ഞാൻ പലപ്പോഴും പറയുന്ന റിയൽ വർഷിപ്പ് ഈസ് നോട്ട് സിംഗിങ് സം ഫെമിലിയർ സോങ്സ്. നോ, real worship is not playing some music. Real worship is not doing some action. It's all there. ഈ ആരാധനയിൽ ഇതെല്ലാം ഉണ്ട്. Praise the Lord. But a real worship is to meditate on the cross of Calvary. Why? We need to know why I'm here today. Who did for us? ആര് നമുക്ക് വേണ്ടി ചെയ്തു, എന്തു ചെയ്തു, വാട്ട് ഹി ഡിഡ് ഫോർ അസ്. ഇതിനെ ചിന്തിക്കുമ്പോൾ ഉള്ളിൽ ആ സ്നേഹം വർദ്ധിക്കും. ദ റിയൽ വർഷിപ്പർ എന്ന് പറയുന്നത് ഈസ് ദ വൺ മെഡിറ്റേറ്റിംഗ് ദ ക്രോസ് ഓഫ് കാൽവറി ആൻഡ് ഈസ് മെഡിറ്റേറ്റിംഗ് ദ ലവ് ഓഫ് ഗോഡ്. സോ ജോൺ പറയാണ്, വാ കമോൺ ലെറ്റ് us have a look. നമുക്ക് നോക്കാം. എന്തുവാ നോക്കേണ്ടത്? Father, the manner of what manner of love the Father has bestowed on us. പിതാവ് നമുക്ക് നൽകിയ എത്ര വലിയ സ്നേഹം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പീലാത്തോസിന്റെ അധികാരം ചെലുത്തി അവരെ ക്രൂശിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതല്ല, മാനവജാതിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി അവൻ ക്രൂശിൽ കയറിയതാ. ദൈവത്തിന് സ്തോത്രം. പിതാവ് എന്തിനാ ചെയ്തത്? എന്തുവാ നമുക്ക് വേണ്ടി ചെയ്തത്? ഹി ഗേവ് ഓൺലി ഹിസ് ബിഗോട്ടൺ സൺ ഫോർ അസ്. അവൻ നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് വേണ്ടി പിതാവ് നമ്മെ സ്നേഹിച്ചത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഏകജാതനായ പുത്രനെ അവൻ നമുക്ക് വേണ്ടി തന്നു. സോ ദെൻ വാട്ട് ദ സൺ ഡിഡ്, ഹി ആൾസോ ലവ്ഡ് us. അങ്ങനെ നീ അവരെ സ്നേഹിച്ചതുപോലെ ഞാൻ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. So he loved us, the son loved us, and he gave us his life. അവൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ബിഹോൾഡ്, അങ്ങോട്ട് നോക്ക്, പിതാവ് നമുക്ക് നൽകിയ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹം മുഖാന്തരമായി we got a privilege to be called the children of God. Hallelujah. ദൈവത്തെ സ്തുതിക്കാമോ? We got the privilege. നമുക്ക് അവൻ്റെ മക്കളെന്നുള്ള പദവി തരുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിക്കാനും വന്നപ്പോൾ നാം ക്രിസ്ത്യാനിയായിട്ടോ പെന്തക്കോസുകാരനായിട്ടോ സ്നാനപ്പെട്ടതുകൊണ്ട് ഒന്നുമല്ല, ഇവിടെ ആയിരിക്കുന്ന ആ പിതാവിൻ്റെ മക്കളായതുകൊണ്ടാണ്. ഹല്ലേലൂയ. ആ ദൈവപാതവീടുമാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, and everyone who has this hope, hallelujah, everyone who has this hope in him purifies himself just as he is pure. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. പ്രൈസ് ദി ലോർഡ്. വേറൊരു വാക്യം പറഞ്ഞാൽ അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും ഞാൻ പറയട്ടെ, പലപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു ഫ്രേസ് ഉണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും. അതെല്ലാവരും പറയുന്ന, ക്രിസ്തീയ സമൂഹം എല്ലാം പറയുന്ന. അതിൻ്റെ അർത്ഥം ശരിക്കും ബൈബിളിൽ നോക്കിയാൽ 2-3 വിശുദ്ധന്മാർ എവിടെ കൂടുന്നു. ഒരു നല്ല സ്തോത്രം പറഞ്ഞല്ലോ. കാരണം ബൈബിൾ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണം. അപ്പൊ വിശുദ്ധന്മാർ എവിടെ കൂടുന്നു, അവിടെ ആ വിശുദ്ധിയിൽ വസിക്കുന്ന ദൈവം ഇറങ്ങി വരുന്നത്. God told Moses, I don't want to stay up in heaven. I want to dwell in the midst of my people. ഞാൻ എൻ്റെ ജനത്തിൻ്റെ മധ്യേ വസിക്കാൻ ആഗ്രഹിക്കുന്നു. But you need to know one thing. Tell the people to make a sanctuary for me. ഒരു വിശുദ്ധ
നിവാസം, വിശുദ്ധ നിവാസം എനിക്ക് വേണ്ടി ആര് പണിയണം? ജനം പണിയണം, ജനം പണിയണം. അവരോട് പറ എനിക്ക് വേണ്ടി അങ്ങനെയാണെങ്കിൽ അവൻ വന്ന് വസിക്കുവാൻ അവന് വേണ്ടി വിശുദ്ധ നിവാസം പണിയേണ്ട ഉത്തരവാദിത്വം നമുക്കാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ പ്രസംഗങ്ങളിലും നാം വിശുദ്ധരായിരിക്കണമെന്ന് ദൈവാലയം നമ്മൾ പ്രബോധിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം. കാരണം അവൻ ആഗ്രഹിക്കുന്നില്ല നമ്മെ വിട്ടുപോകാൻ, അവൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മധ്യേ വരാതിരിക്കുവാൻ, അവൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മുടെ മധ്യേ വരാൻ. ഇന്ന് പകൽക്കാലം അവനെ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. സോ വേറൊരർത്ഥത്തിൽ മത്തായി ചോദിച്ചാൽ ബി ഈ പെർഫെക്റ്റ്. Be ye perfect as the Father in heaven is perfect. അവൻ പെർഫെക്റ്റ് ആയിരിക്കുന്ന പോലെ, അവൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. എങ്കിൽ മാത്രമേ ഒന്ന് ആ വിളിക്ക് നാം യോഗ്യരാകുകയുള്ളൂ. രണ്ടാമത് അവിടെ തന്നെ എഴുതിയിരിക്കുന്നു, Beloved, now we are children of God. We know that. We are ദൈവ മക്കൾ. അങ്ങനെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നാം ഇപ്പോൾ ദൈവ മക്കൾ ആകുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ്. പക്ഷേ നമുക്കറിയത്തില്ല അവിടെ എന്തായിരിക്കുന്നത്. And it has not yet been revealed what we shall be. നാം എന്താകുമെന്ന് നമുക്കിതുപോലെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലെന്നായിരിക്കുന്നത്. Praise the Lord. But അടുത്തത്, but we know that when he is revealed, അവൻ വെളിപ്പെടുമ്പോൾ എന്ത് ചെയ്യും? We shall be മുൻ നിയമിച്ചവർ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. Praise the Lord. അപ്പം നമ്മയൊക്കെ വിളിച്ചത്, ദൈവവാദിനെ കൊണ്ടുവന്നത്, അവൻ്റെ മക്കളായത് ആദ്യജാതനായ ക്രിസ്തുവിനോട് കൂടെ അനുരൂപരായി തീരുവാൻ വേണ്ടിയാ. Praise the Lord. അതിനുവേണ്ടിയുള്ള ക്ലാസ് റൂമാ ദൈവസഭ നമ്മെ ഒരുക്കിയെടുക്കുന്ന. പ്രൈസ് ദി ലോർഡ്. നമ്മെ മോർഫ് ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ ദിവസം 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു മെസ്സേജ് പറഞ്ഞ് പകുതിയാക്കി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ മഹത്വത്തിനായി വിളിച്ചവർ. മഹത്വത്തിനായി വിളിച്ചവർ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തണമെങ്കിൽ ദൈവം അതിന് നമ്മെ മോർഫ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിൻ്റെ ഇതപ്രകാരം നമ്മെ വാർത്തെടുക്കും. അതിനാണ് ദൈവസഭയാം കൂട്ടായ്മ. ഞാൻ പറഞ്ഞിട്ട്, ജീവനും ഭക്തിക്കും നിത്യജീവൻ ആവശ്യമായതുള്ളത് അവൻ നമുക്ക് നൽകി. തൻ്റെ പുത്രനെ നൽകി. പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. അപ്പം പുത്രനെ തന്നതുകൊണ്ട് നമുക്ക് നിത്യജീവനെ കർത്താവ് തന്നു. ജീവനും പിന്നെ ഭക്തിക്കാവശ്യമായ ക്രമീകരണമാണ് ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ ഒരു ഭവനത്തോട്, ഒരു ഫാമിലിയോട്, ഒരു ചർച്ചിനോട് കൂട്ടിച്ചേർത്തു. അവിടെ അവൻ ദൈവദാസന്മാരെ അപ്പോയിന്റ് ചെയ്താക്കി. എന്തിനു വേണ്ടിയാ? നമ്മുടെ ആ നിത്യജീവനെ അങ്ങ് പ്രാപിച്ച് നിത്യതയിൽ ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഭക്തിക്ക് വേണ്ടിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോട്ടെ. നമ്മളെ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും കർത്താവിനെ പിൻപറ്റുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും ഒരു പേഴ്സിക്യൂഷൻ വന്നാൽ കർത്താവിനോട് ധീരതയോടെ നമ്മെ നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നു. എന്താണെന്നറിയാമോ? അവനോടുള്ള സ്നേഹമാണ്. അവൻ നമ്മെ സ്നേഹിച്ചു. അതിന് തെളിവാ കാൽവറി. കമോൺ ബിഹോൾഡ്, come and see. യോഹന്നാൻ പറയാ, ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. പിതാവ് നൽകിയ സ്നേഹമാ ആ കാൽവറി. അപ്പൊ അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ തന്നു. പുത്രൻ നമ്മെ സ്നേഹിച്ചു, തന്റെ ജീവനെ തന്നു. ഇതുപോലെ ഒരു സ്നേഹം വേറെ ഭൂമിയിൽ ആർക്കുമില്ല. അവൻ നമ്മെ നിർമ്മലീകരിച്ചു എന്നുണ്ട്, അവൻ നമ്മെ വിശുദ്ധീകരിച്ചു എന്നുണ്ട്. പക്ഷെ നമ്മുടെ പാർട്ട് എന്തുവാ? അവൻ നിർമ്മലീകരിച്ചെങ്കിൽ നാം നിർമ്മലരായിരിക്കണം. അവൻ നമ്മെ വിശുദ്ധീകരിച്ചെങ്കിൽ നാം വിശുദ്ധരായിരിക്കണം. അവൻ പെർഫെക്റ്റ് ആക്കിയെങ്കിൽ നാം പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മുടെ EPCയുടെ
മെയിൻ തീം എന്നറിയാമോ? എന്തോ? പ്രസന്റിങ് everyone perfect. Presenting everyone perfect in Christ. എവിടെ പ്രസന്റ് ചെയ്യാനാ? അത് യൂദായ പറയുന്നത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടെ പ്രസന്റ് ചെയ്യുന്നത് വരെ ദൈവം നിങ്ങളെ സൂക്ഷിക്കുമെന്ന്. ഒരു സ്തോത്രം പറയാമോ? എന്തിനാണ് ഈ ക്രമീകരണമൊക്കെ? അങ്ങ് ചെല്ലണം. പിതാവിൻ്റെ സന്നിധിയിൽ പുത്രൻ തന്നെ മണവാട്ടിയെ പ്രസന്റ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അതുവരെയും വീഴാതെ സൂക്ഷിക്കുന്ന അവനാ. പക്ഷേ നമുക്ക് തന്നെ എന്ത് ചെയ്യണം? നാം സൂക്ഷിക്കണം. അതെൻ്റെ വിഷയമല്ല, അടുത്ത ആഴ്ചത്തെ വിഷയമാണ്. ഗ്രോ എന്നുള്ള വിഷയത്തിൽ വരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കണം, പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. അപ്പോൾ വിശുദ്ധി, സ്നേഹം, നിർമ്മലത, പെർഫെക്റ്റ്, ഇതെല്ലാം അവൻ തന്നെങ്കിൽ ഇതെല്ലാം നമ്മുടെ സൈഡിൽ നിന്നും അവൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഒരു ഭക്തൻ പറയുകയാണേ, Psalms 18 verse 1. മക്കളെ വന്നിട്ടാണേ, Psalms 18 verse 1. അതെ അതെ അത് തന്നെ. ശരിയാ. എൻ്റെ എടുത്തോളൂ. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ എവി കുഞ്ഞ് അവിടെ ഇല്ലയോ? അതെ. I love you, O Lord, my strength. Who is telling to whom? David is telling to his Lord. ദൈവത്തോടാ പറയുന്നത്. In another psalm, he said to the public. നിങ്ങൾക്ക് അറിയാമല്ലോ ഏതാന്ന്? 116, 116 verse 1. 116 verse 1. I love the Lord because he has heard my voice and my pleas for mercy. This statement is very easy to say. He was a king, he was an husband, he is a leader, and he is the head of the department of the soldiers, everything, commander-in-chief. എല്ലാവരുടെ മുമ്പിലോട്ട് വന്നിട്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയും യാതിനെയും കേൾക്കുന്നതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇത് പറയാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് എന്താ അറിയാം ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ എന്ന്? നിങ്ങൾക്ക് എന്തോ അറിയാം ഞാൻ അവനെ ആരാധിക്കുന്നുണ്ടോ എന്ന്? നിങ്ങൾക്ക് എന്തോ അറിയാം ഞാൻ അവനെ വിശുദ്ധിയോട് സേവിക്കുന്നവനാണോ എന്ന്? കേൾക്കുന്നതല്ലേ വിശ്വസിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജനത്തോട്, പബ്ലിക്കിനോട്, പ്രജയോട് പറയാൻ എളുപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ 18:1 ആരോടാ പറയുന്നത്? ദൈവത്തോടാ പറയുന്നത്. ഒരു സ്തോത്രം പറയാമോ? ദൈവസന്നിധിയിൽ ദൈവം നോക്കുമ്പോൾ നാം അവനെ സ്നേഹിക്കുന്നു എന്നുള്ളതാ സർട്ടിഫിക്കേഷൻ വേണ്ടത്. ഞാൻ പലപ്പോഴും പറയാനുള്ളത് എന്ത് പറയട്ടെ? ഇഫ് യു റിയലി ലവ് ഗോഡ്, യുവർ ആറ്റിറ്റ്യൂഡ് വിൽ ബി ചേഞ്ച്ഡ്. ഇഫ് യു റിയലി ലവ് ഗോഡ്, ദ വേ ഓഫ് വർഷിപ്പ് വിൽ ബി ചേഞ്ച്ഡ്. ആരാധനയ്ക്ക് വ്യത്യാസം കാണും അവനെ ശരിക്കും നീ സ്നേഹിക്കുന്നെങ്കിൽ. ആണോ അല്ലയോ? അവനെ ശരിക്കും സ്നേഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ കർത്താവിനെ പിൻപറ്റണമെന്നോ, ആത്മീയ കൂട്ടായ്മ മുടക്കരുതെന്നോ, ആത്മാവിൽ ആരാധിക്കണമെന്നോ, തിരുവചനം വായിക്കണമെന്നോ, ദൈവത്തെ സ്തുതിക്കണമെന്നോ പറയേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്താൽ മതി? അവനെ എത്ര അധികം സ്നേഹിക്കുന്നോ അത്ര അധികം അവനോട് അടുത്തിരിക്കും. അവനെ എത്രയധികം സ്നേഹം കുറയുന്നോ അത്ര അവനോട് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. David said, "Oh Lord, I love you." എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓർക്കുന്നോ ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞു, ലോർഡ് ഐ ലവ് യു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ
1-2 ആഴ്ചയെ കടന്നു പോയിട്ടുള്ളൂ. നമുക്കിത് പറയാം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അത് മതി. ഞാൻ പറയട്ടെ, ഈ ഒരു വർഷത്തേക്കാൾ നമ്മുടെ മുൻപിലുണ്ട്. അവനെ അധികമായി സ്നേഹിപ്പാൻ നാം ഒരു തീരുമാനമെടുത്താൽ അവൻ്റെ വലിയ പ്രവൃത്തി കണ്ണാലെ കാണുന്ന വർഷമായി തീരുമെന്ന് വിശ്വസിക്കാമോ? പുതിയ നിയമത്തിൻ്റെ ഒരു ന്യായപ്രമാണവും ഇല്ല. എല്ലാവരുടെ കുറുക്കിക്കൂട്ടി പറയുകയാണ്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ. അതിൽ വലിയ സ്നേഹമൊന്നും പക്ഷേ യോഹന്നാന്റെ ലേഖനത്തിലൊക്കെ വായിക്കുന്നത്, അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം അവനെ സ്നേഹിക്കണം. ഞാൻ പറയട്ടെ, ദൈവത്തെ തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുകയും കൂട്ടു സഹോദരനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ അന്യഭാഷയൊക്കെ പഠിച്ചു വരുവാണല്ലോ. അന്യഭാഷ സംസാരിക്കുന്ന ആളോട് സംസാരിക്കുക. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ദൈവത്തോട്. അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കും, സ്വന്തം ഭാഷയിൽ സഹോദരനോട് സംസാരിക്കുന്നില്ലെങ്കിലോ? പിന്നെ ആ പറയുന്നത് എന്തോ ഭാഷയാണെന്നാണ് ആ വിഷയം. സ്വർഗം അപ്രൂവ് ചെയ്യാത്ത ഭാഷയൊന്നും പറയരുത് ദയവ് ചെയ്ത്. സ്തോത്രം. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കണം. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ആരും പറയേണ്ട ദൈവത്തെ ആരാധിക്കാൻ. കർത്താവിനെ സ്നേഹിക്കുന്നു പറയുന്നവൻ ആരും പറയേണ്ട ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ സേവിക്കാൻ, ദൈവത്തിനോട് നിൽക്കാൻ, ആത്മീയത്തിൽ നിൽപ്പാൻ, വിശുദ്ധിയെ കാസൂക്ഷിപ്പാൻ ആരും പറയണ്ട. ഞാൻ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ സമയം കുറവാ, പെട്ടെന്ന് പറഞ്ഞ് വിടാം. കാരണം കുഞ്ഞുങ്ങൾ, മലയാളി ചർച്ചക്കാരും, കുഞ്ഞുങ്ങളല്ല, ഇംഗ്ലീഷ് ചർച്ചക്കാരും ഉണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി വേർഡ്സ് വായിച്ച് പെട്ടെന്ന് വിടുന്നേ ഉള്ളൂ. ഒന്ന്, എവിടെയാണ്? താങ്ക് യു. 1 John chapter 21 verse 15. മക്കളെ അതൊന്ന് ഇടാമോ? ഇഫ് യു ലവ് മീ ഫീഡ് മൈ ലാംബ്സ്. താങ്ക് യു ഫോർ NKJV. ചിലർക്ക് ESV വിടാൻ പറ്റത്തില്ല, ചിലർക്ക് NKJV വിടാൻ പറ്റത്തില്ല, ചിലർക്ക് KJV മാത്രം ദോ പറ്റത്തുള്ളൂ. ഇങ്ങനെ പല ആൾക്കാരായി ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൊച്ചു വന്ന് എന്നോട് ചോദിച്ചു ഏത് വേർഷനാണ് വേണ്ടിയെന്ന്. ഞാൻ പറഞ്ഞു NKJV തന്നെ വേണം, എനിക്കതേ പരിചയമുള്ളൂ. അപ്പം ഏതെടുത്താലും എന്തെങ്കിലും ചെറിയ ട്രാൻസ്ലേഷൻ്റെ വിഷയമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ആ നിലയിൽ പഠിപ്പിക്കട്ടെ. എന്നാൽ NIV ഞാൻ അപ്രൂവ് ചെയ്യുന്നില്ല, ഒത്തിരി ഓമിഷൻസ് അതിനകത്തുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ അതിനകത്ത് വചനമല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. So when they had eaten breakfast, Jesus said to Simon Peter, Simon, son of Jonah, do you love me more than these? He said to him, yes, Lord. You know that I love you. ഇതാരോട് പറഞ്ഞതാ? നിങ്ങൾക്കറിയാമോ, ഞാനിത് പ്രസംഗിച്ചിട്ടുണ്ട് 2 വർഷം മുമ്പ്. 2020 ലാസ്റ്റ് ദിവസം പ്രസംഗിച്ചത്. 21 വരുന്നതിന് മുമ്പ്. ഓർക്കുന്നവർക്കായ സ്തോത്രം. 20 ചാപ്റ്റർ കഴിഞ്ഞ് 21ാമത്തെ ചാപ്റ്ററിലേക്ക് കയറിയാൻ ഉദ്ദേശമുണ്ട്. അന്ന് ഞാൻ പ്രസംഗിച്ചതാണ്. ആ വിഷയം എടുത്തല്ല, ഇതല്ലായിരുന്നു വിഷയം. 21 ആഡ് ചെയ്ത പരിശുദ്ധാത്മാവ് പിന്നീട് ആർക്ക് വേണ്ടിയാ? കേവലം പത്രോസിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഇനി 21 അങ്ങ് പോകട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവോട് പറയാം, കർത്താവേ എനിക്ക് വേണ്ടി നീ ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ ആഡ് ചെയ്തത് ഒന്ന് പറയാൻ ദൈവത്തോട്. ഞാൻ പറയട്ടെ, എത്ര പേര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരൊന്നും അഴുക്ക് ആൾക്കാരായിട്ടല്ല അവർ പോയത്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മളെല്ലാം വിശുദ്ധരായതുകൊണ്ട് കർത്താവ് ഒരു വർഷം കൊണ്ട് ദാനമായി തന്നു, മറ്റൊരു അശുദ്ധരായതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നോ, അങ്ങനല്ല. അവരവരുടെ ഈ ലോക ജീവിത യാത്ര കഴിഞ്ഞപ്പോൾ ദൈവം അവരെ വിശ്രമസ്ഥലത്തേക്ക് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം.
ദൈവമക്കളെ. അപ്പം നമ്മൾ ഒരു വർഷം കൂടെ ഒരു ചാപ്റ്ററിലൂടെ നമ്മുടെ ജീവിതത്തിൽ എഴുതുവാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടെന്ന് വിശ്വസിക്കാമോ? പ്രൈസ് ദി ലോർഡ്. He is the author and the finisher of my faith. എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭവും എഴുതി ആരംഭിക്കുന്നതും എഴുതി അവസാനിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ദൈവമാ. അത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ലൈഫ് ഹിസ്റ്ററി somebody else is writing. എവിടെ പോയി അവസാനിക്കുമെന്ന് വരെ അറിയാവുന്നവൻ. നമ്മളൊക്കെ ഓരോന്ന് എഴുതി ആലോചിച്ച് വരത്തേ ഉള്ളൂ. അവൻ നേരത്തെ എഴുതി വെച്ചിരിക്കുക. ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ടോപ്പിക്ക് പറഞ്ഞത്? ഓർക്കുന്നില്ല, അതിനായി സ്തോത്രം. എഴുതിയത് എഴുതി. കണ്ടോ, വളരെ നല്ല AP ചർച്ചകാരൻ വളരെ ഓർത്തിരിക്കുന്നവരാ. എഴുതിയത് എഴുതി. ഇനി ആരെല്ലാം കെണികെട്ട് വന്നാലും അവിടെ എഴുതിയിരിക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ എന്തെഴുതി? നിത്യതയിൽ എഴുതി. എന്നത്തെ കാര്യം പറയാം, നിത്യത വരെയുള്ളത്. ദൈവമക്കളെ, ഇന്ന് പകൽ നാം ഇവിടെ ആയിരിക്കുന്നത് ദൈവം എനിക്ക് വേണ്ടി എഴുതി വെച്ചത് കൊണ്ടാണ് വന്നിരിക്കുന്നത് പറയാമോ? അങ്ങനെയാണെങ്കിൽ ഈ 2026 ദൈവം ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ്, സാഹചര്യങ്ങൾ വരുമ്പോൾ നീ ഭയപ്പെട്ടു പോകരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മരണനിഴൽ, ഈവൻ ദ ഷാഡോ ഓഫ് ദ വാലി ഓഫ് ഡെത്ത്. മരണനിഴൽ താഴ്വര വന്നാലും people may depart from you, but I will be with you. Hallelujah. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടരുത്. ഇവിടെ വായിച്ചത് 21ാമത്തെ അധ്യായം, ചാപ്റ്റർ 21 is added with the Gospel of John. കാരണം 20 ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക. ഒരു പുസ്തകം എഴുതുമ്പോൾ കൺക്ലൂഷൻ ഉണ്ട്. കൺക്ലൂഷൻ സ്പീച്ച് ഉണ്ട്, കൺക്ലൂഡിങ് സ്പീച്ച് ഉണ്ട്, കൺക്ലൂഷൻ മെസ്സേജ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഒത്തിരി കാര്യങ്ങൾ എഴുതാനുണ്ടെങ്കിലും ഞാൻ അധികം ഒന്നും എഴുതാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കർത്താവിനെ പറ്റി എഴുതിയാൽ ഈ പുസ്തകം ഒന്നും പോരാ. ഇതൊക്കെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് ഈ അടുത്തത് പരിശുദ്ധാത്മാവ് ഒരു കാര്യം കൂടെ എഴുതി ചേർത്തു. അത് പിന്മാറ്റത്തിൽ പോയ പത്രോസോ അവനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പറ്റിയോ? പ്രൈസ് ദി ലോർഡ്. ഒരു ബെങ്കത്തിന് മുമ്പ് ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ വിഷയമോ? ഇതൊന്നുമല്ല. നമ്മളാണെങ്കിൽ ഒന്നും വിടത്തില്ല കേട്ടോ. പണ്ടത്തെ കാര്യം വെറുതെ എഴുത്ത് പറയുന്നവരാ. പക്ഷെ ദൈവത്തിന് നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്നാൽ പഴയതെല്ലാം അങ്ങ് മായ്ച്ചു കളയും ദൈവമാണ്. ഒരു സ്തോത്രം പറയാമോ? അതുകൊണ്ടാണ് ദൈവത്തിൽ ഓരോ ദിവസവും വരുമ്പോൾ, ഓരോ കർത്തൃമേശയുടെ സമയത്തും, ഓരോ വചനം കേൾക്കുമ്പോഴും ദൈവാലയത്തിലേക്ക് വരുമ്പോൾ കർത്താവിനോട് പറയും, കർത്താവേ എന്നെ ഒന്നുകൂടെ കഴുകണമേ, എന്നെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണമേ. നീ വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാനും വിശുദ്ധനായി തീരുവാൻ എനിക്ക് ഒന്നുകൂടെ കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ തൻ്റെ വചനത്താലും തൻ്റെ ആത്മാവിനാലും തൻ്റെ രക്തത്താലും വീണ്ടും ശുദ്ധീകരിക്കുന്ന ദൈവമാ. കാരണം അവൻ ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ പറ്റത്തില്ലെന്ന്. ഇവിടെ നാം ഇരിക്കുന്നത് അവനെ ആത്മാവിൽ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഇന്ന് അവനെ ആരാധിച്ചത് വെറുതെ ആരോടും പോകല, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്താൽ വിടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ കേൾക്കുന്ന വചനം മാത്യുവിൻ്റെ പ്രസംഗമല്ല, ദൈവ വചനമായിട്ട് ഏറ്റെടുക്കുക. കാരണം അവനിവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സോ ചാപ്റ്റർ 21, the Holy Spirit purposely wrote for you and me. Not only for Peter, for you and me. അവനെ വിളിച്ചിട്ട്, നിങ്ങൾക്കറിയാമല്ലോ ആ വിഷയമൊക്കെ, അങ്ങോട്ട് പോകുന്ന സമയമില്ല. അവനെ വിളിച്ചിട്ട് പറയുക, പീറ്റർ, അപ്പൻ്റെ പേരെല്ലാം പറഞ്ഞിട്ട് പറയാ, ഡു യു ലവ് മീ? അതാണോ ചോദിക്കേണ്ടത്? അതാണോ ചോദിക്കുന്നത്? എന്നാലും എൻ്റെ കുഞ്ഞെ, നീ എന്നെപ്പറ്റി വെളിപ്പാടൊക്കെ പറഞ്ഞവനാ. നീ മാത്രമാ ജീവിക്കും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞതാ. 2, നീ തന്നെ പറഞ്ഞു ഞങ്ങൾ എവിടെ പോകും, നിത്യജീവൻ്റെ മൊഴികൾ. ഇതെല്ലാം പറഞ്ഞിട്ടടാ കുഞ്ഞെ, ഒരു സാഹചര്യം വന്നപ്പോൾ നീ എന്നെ വിട്ടുപോയല്ലോ എന്നല്ലയോ നമ്മൾ പറയുന്നത്. He didn't say that. He just asked one question. Hey Peter, do you love me more than this? ഇതിനേക്കാളിലും ഇവരെക്കാളിലും എല്ലാറ്റിനേക്കാളിലും അധികം നീ എന്നെ സ്നേഹിക്കുന്നു.
ഈ വർഷത്തിൻ്റെ ആരംഭത്തിലെ ഈ സൺഡേയിൽ ദൈവാത്മാവ് EPCയോടും ഇത് തന്നെ ചോദിക്കുന്നത്. ഒരു ചാപ്റ്റർ, ഞാൻ പറഞ്ഞ ചാപ്റ്റർ ബൈ ചാപ്റ്റർ പുസ്തകം എഴുതുന്നത്. ഈ പുതിയ ചാപ്റ്ററാണ് 2026 എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? എൻ്റെ ജീവചരിത്രത്തിലെ പുതിയ ചാപ്റ്ററിനകത്ത് എന്നോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ, ഡു യു ലവ് മീ? ദാറ്റ്സ് ഓൾ, മോർ ദാൻ എനിത്തിങ് എൽസ്. നിന്റെ ജോലിയെക്കാട്ടിലും, നിന്റെ ഭൗതികത്തെക്കാട്ടിലും, നിന്റെ തലമുറയെക്കാട്ടിലും, നിന്റെ കുഞ്ഞുങ്ങളെക്കാട്ടിലും, നിന്റെ മറ്റെല്ലാ സുഖ സൗകര്യങ്ങളെക്കാട്ടിലും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നു. കമോൺ റെസ്പോണ്ട് ചെയ്താട്ടെ. അത് ചോദ്യമാകട്ടോ. അതിന് യെസ് ലോഡ് എന്ന് പറഞ്ഞാൽ മതി, വേറെ ആരോടും ഒന്നും പറയണ്ട, ഉറക്കേം പറയണ്ട, ഹൃദയത്തിൽ പറഞ്ഞാൽ മതി. അറിയുന്ന ഒരുവനുണ്ട്, പ്രൈസ് ദി ലോർഡ്. അവിടെ 3 പ്രാവശ്യം ചോദിച്ചു, പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ പറയട്ടെ, ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് ചോദിച്ച ഉടനെ EPC ചർച്ചിലുള്ള ദൂതായി അടുത്ത് പറയാൻ പോകുന്നത്. ചോദിച്ച ഉടനെ മറുപടി, യെസ് ലോർഡ്, ഐ ലവ് യു. അത് ഹൃദയംഗമായിട്ട് പറഞ്ഞെന്ന് ചോദിച്ചവനറിയാം. നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്നവനാ ചോദിക്കുന്നത്. ഒരു സ്തോത്രം പറയാമോ? ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുമ്പോൾ നാം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്ന അറിയാവുന്ന ഒരുവൻ ഇവിടെയുണ്ട്. ഡു യു ലവ് മീ? യെസ് ലോർഡ്, ഐ ലവ് യു. അതിന് മറുപടിയായി കർത്താവ് പറഞ്ഞറിയാമോ? ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കാനൊരു കാര്യമുണ്ട്. എൻ്റെ പക്കൽ കുറച്ച് ആടുകളുണ്ട്. മനസ്സിലായവർക്കായി സ്വന്തം എൻ്റെ ഓണർഷിപ്പിൽ കുറച്ച് കുഞ്ഞാടുകളുണ്ട്. ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരുവനെ ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് EPCയോട് 2026 ദൂത. ഒരു നല്ല സ്തോത്രം പറയാമോ? ഞാൻ സാവകാശ പോകുന്നുള്ളൂ. ദിസ് ഈസ് ദ മെസ്സേജ് ഫ്രം ദ ലോർഡ് ഫോർ ദിസ് ചർച്ച്, ഫോർ ദിസ് ഇയർ. ദർ ഇസ് ഓൺലി വൺ ക്വസ്റ്റ്യൻ, ഡു യു ലവ് മീ? ദ ആൻസർ ഈസ് യെസ് ലോർഡ്. If the answer is yes, God says, I have some lambs in my ownership. എൻ്റെ ഉടമസ്ഥതയിൽ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന എൻ്റെ എന്ന് പറയുന്ന ചില ആടുകൾ എനിക്കുണ്ട്. I want to hand over that to you. ഈ സഭ ഈ ദൂതം ഏറ്റെടുക്കാമോ? ഒരു നല്ല സഹോദരമൊക്കെ ഒന്ന് പറഞ്ഞേ. നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കഴിവുകൊണ്ട് ആരും ഒന്നും വരത്തില്ല കേട്ടോ. നമ്മുടെ വാക്ചാതുര്യം കൊണ്ട് വരത്തില്ല, നമ്മുടെ വചന പരിജ്ഞാനം കൊണ്ട് വരത്തില്ല. നമ്മളിത് വേ ഓഫ് പ്രസന്റിങ് ദ ഗോസ്പൽ, ഇതൊക്കെ ശരിയാ. പക്ഷെ വരണമെങ്കിൽ സഭ ഒന്നുചേർന്ന് കർത്താവിനെ സ്നേഹിപ്പാൻ തീരുമാനമെടുക്കാമോ? ദൈവം വിശുദ്ധന്മാരുടെ മധ്യേക്ക് അയക്കും. ഒരു നല്ല സ്തോത്രം പറയണം. ഈ കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്നേഹിക്കുന്നവൻ വിശുദ്ധനായി ജീവിക്കും. സ്നേഹിക്കുന്നവൻ ലോകത്തോട് മാറി നിൽക്കും. സ്നേഹിക്കുന്നവൻ സത്യത്തിലും ആത്മാവിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കും. സ്നേഹിക്കുന്നവൻ കർത്താവിന് വേണ്ടി പ്രയോറിറ്റി കൊടുക്കും. അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. അവിടേക്ക് ദൈവം ജീവിതങ്ങളെ അയക്കും. ഞാനീ പറയുന്നത് അവിടെ ഇവിടെയും പോകുന്നവരെ നമ്മുടെ വാക്ചാതുര്യം കൊണ്ട് വിളിച്ച് നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരുന്ന കാര്യമല്ല പറഞ്ഞത്. മറ്റു സഭകളിൽ പോകുന്നവരെ നമ്മുടെ വാക്ചാതുര്യം കൊണ്ട് അവിടെ നിന്നാ പോകുന്നത്, ഇങ്ങോട്ട് വന്നു നോക്കാം, അതൊന്നുമല്ല എൻ്റെ വിഷയം. കർത്താവിൻ്റെ പക്കലുള്ള ചില ആത്മാക്കളെ പോരാ ഇത്രയൊന്നും സ്വതന്ത്രം പറഞ്ഞാൽ പോരാ. കർത്താവിൻ്റെ പക്കലുള്ള ചില ആത്മാക്കളെ ദൈവം തന്നെ സഭയിലേക്ക് അയക്കുമെന്ന് ഞാൻ പറയട്ടെ. ആത്മഭാരം എന്ന് പറയുന്നത് നമ്മുടേതൊന്നുമല്ല. നമ്മുടെ നല്ല ആത്മഭാരം. നിങ്ങൾക്കറിയാമോ, ഒരു ഭർത്താവ് പറയുവാണ് 10 മക്കളെക്കാൾ. ഇങ്ങോട്ട് നോക്കിക്കേ മോളെ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, നീ എൻ്റെ മുഖത്തോട് നോക്ക്. 10. നിങ്ങളെല്ലാം ഇരിക്കുന്നത്, നിങ്ങളത് നോക്കാറില്ലയോ? ഇവിടെ ഇല്ല, ഞാൻ ഇപ്പം നോക്കിയാൽ അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട്.
10 മക്കളേക്കാൾ ഞാൻ നിനക്ക്. എന്ത് നല്ല സ്റ്റേറ്റ്മെൻ്റ് ആണറിയോ? വല്ലപ്പോഴൊക്കെ പറയണം കേട്ടോ. അവിടെ ഇരിക്കുന്നു. വല്ലപ്പോഴൊക്കെ എന്ത് ചെയ്യണം? നല്ലതാ, നല്ല ചായ ഇട്ട് തരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുന്ന ദിവസത്തെ ടേസ്റ്റി ഫുഡായിരിക്കും. നിങ്ങൾ അതൊരു വശം. ഇനി മറുവശം കൂടെ പറയട്ടെ. മറുവശം അതല്ല. മറുവശം, അവള് കരയാൻ പോയ കാരണം പെനിന്നയാ. പബ്ലിക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവളെ കളിയാക്കി. അവൾ വിചാരിച്ചു ഇനി എൻ്റെ വിഷയം ഞാൻ പബ്ലിക്ക് പറയത്തില്ല. എൻ്റെ ഹൃദയത്തിൽ ആ വേദന വെച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് പറയാൻ പോവാ. ഹൃദയത്തിൻ്റെ ഭാഷ ഫേസിൽ വന്നപ്പോഴാണ് ചോദിച്ചത്, കുഞ്ഞേ 10 മക്കളേക്കാൾ ഞാൻ നിനക്ക് നല്ലവനല്ലേ? ഒരു നല്ല ചോദ്യമാ. നിങ്ങളെല്ലാവരും ചിരിച്ചു. മറുപടി ഞാൻ പറയട്ടെ. ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ പ്രാർത്ഥന അവൾ പ്രാർത്ഥിച്ചു. ദേശത്ത് വിശ്വസ്തന്മാരില്ല, ദൈവശബ്ദം കേൾക്കാൻ ആളില്ല. എല്ലാവരും അവരവർക്ക് ബോധിച്ചതുപോലെ നടക്കുന്നു. ഇതിൽ ആർക്കാ സങ്കടം? ദൈവത്തിലാന്നേ. ദൈവത്തിനാ. നമുക്കൊന്നും ആത്മഭാരം ഉണ്ടെന്ന് പറയുന്നത് വെറുതെയാ. നമുക്കല്ല ആത്മഭാരം, രക്തം കൊടുത്തവൻ ആത്മഭാരമുള്ളത്. തവേ എവിടെ പോയി ജീവൻ കൊടുക്കണം, ആരെങ്കിലും വേണം, ഇതൊക്കെ പറയും ശരിയാണെങ്കിലും അവനാ ഭാരം. അവനാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ അവസാന വാക്യം വിശുദ്ധമായി എഴുതുന്നത്. ജനമെല്ലാം ബോധിച്ചുമ്പോൾ നടക്കുന്നു, വിശ്വസ്തന്മാരാരുമില്ല, ദൈവത്തെ സേവിക്കുന്ന ഒരുവനുമില്ല. ദൈവത്തിന്റെ ഭാരം ഒരു സ്ത്രീയുടെ ഉള്ളിൽ ദൈവം കൊടുത്തു. അത് നടക്കാതിരിക്കാനുള്ള ആലോചനയാ മറ്റേത്. മനസ്സിലായവർക്കായി സ്തോത്രം. ഇപ്പൊ മനസ്സിലായോ? നിന്നെ കംഫർട്ട് ചെയ്യുന്ന ആലോചന നീ പോകരുത്. ബേർഡൻ ഏറ്റെടുത്ത് 2026 പ്രാർത്ഥിക്കാമോ? ദൈവം ചില ആത്മീയ സന്താനങ്ങളെ തരും. Come on, come on, come on, come on. You don't need to sit in a comfort zone. Take the burden. Have the burden from above and start praying. God is going to give you some spiritual children. വിശ്വസിക്കാമോ? ദൈവം ചെയ്യുമെന്നേ. കമോൺ കമോൺ. അങ്ങനെ നടക്കുന്ന ഒരു അധ്യായമായി ഈ വർഷം തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. സോ ദൈവം പറയുക, കർത്താവ് പറയുക, എൻ്റെ പക്കൽ കുഞ്ഞെ കുറച്ച് ആടുകളുണ്ട്. I have some lambs in my ownership. I was looking for somebody to hand over this lamb. Now I got one person, that is you. You have lot of shortcomings. I don't care about that. But what is your decision today? എൻ്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ നിന്റെ തീരുമാനം എന്തുവാ? അത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. 2025 വരെ കടന്നുപോയി. ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. കണ്ടതുപോലെ വേണ്ടതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ സഭയിൽ ഒന്നും നടന്നില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ 2026 നടക്കുമെന്ന് വിശ്വസിക്കാമോ? അവൻ്റെ ബേർഡൻ ഏറ്റെടുക്കുന്ന സഭയ്ക്കായി സ്തോത്രം. അവൻ്റെ ബേർഡൻ ഏറ്റെടുക്കുന്ന ജീവിതങ്ങൾക്കായി സ്തോത്രം. അവൻ്റെ ബേർഡൻ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു. നമ്പർ 2, അതൊന്ന് വായിക്കുക. ഇഫ് യു ലവ് മീ ഐ വിൽ കം ആൻഡ് ഡ്വെൽ വിത്ത് യു. വായിച്ചോളൂ. എന്ത് ചെയ്യേ? അയ്യോ, അവനോട് കൂടെ അങ്ങ് ഒറ്റ കാര്യം ചെയ്താൽ മതി.
ആരും വന്നില്ലെങ്കിലും, എനിക്കറിയാം, ഒരു മാസത്തോളമായി ഞാൻ ഒരു വീട്ടിലും പോയില്ല. പോകാവുന്നത് നിങ്ങളെ എന്നെ എല്ലാം ചേർത്ത് ചിന്തിച്ചുകൊണ്ടാണ്. പാസ്റ്റർ വന്നില്ലേലും ആരും മിണ്ടുന്നേ ഇല്ല. If you love him, we are the Father, Son and the Holy Spirit. We will come to him and make, എനിക്ക് ഇഷ്ടം ഇംഗ്ലീഷ് വാണ്, make our home. അപ്പം നമ്മുടെ വീട് ആരുടെ വീടാ? ഒന്ന് സ്തോത്രം പറഞ്ഞേ, ദൈവത്തിൻ്റെ വീടാന്നേ. അതിനായ യെശയ്യാവ് പറയുന്നത് സമാധാന ഭവനമാണ്. സമാധാന പ്രഭു ഏത് വീട്ടിൽ വസിക്കുന്നു ആ വീടിൻ്റെ പേര് സമാധാന ഭവനം. അവിടെ വഴക്കും വയ്യാവലിയുമില്ല, അടിയും പിടിയുമില്ല, ആവശ്യമില്ലാത്ത വർത്താനമില്ല, വേറെ ഒന്നുമില്ലെന്നേ. ഒരു ഉറക്ക സ്തോത്രം പറയാമോ? ആമേൻ എന്ന് പറയാൻ കാരണം അങ്ങ് എന്നാ ചോദിക്കും, അതുകൊണ്ട് ആമേൻ പറയിപ്പിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം വസിക്കുന്ന ഭവനം, അവൻ്റെ സാന്നിധ്യമുള്ള ഭവനം. ഹല്ലേലൂയ. അതായിരിക്കട്ടെ. ബൈബിളിലൊരു വാക്യമുണ്ട്, മർക്കോസ് 2 തോന്നുന്നു, യേശു അവിടെ ഉണ്ടെന്ന് ശ്രുതി കേട്ടു. ഗുഡ് ന്യൂസും ഇല്ല, അന്ന് മീഡിയയും ഇല്ല, നോട്ടീസും അടിച്ചില്ല, ഒന്നുമില്ല. പക്ഷെ എന്ത് കേട്ടു? യേശു ആ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതി കേട്ടു. ഞാൻ പലപ്പോഴും ഹൗസ് ഡെഡിക്കേഷൻ സമയത്ത് പറയുന്നൊരു വാക്കാത്, ഈ ഭവനത്തിൽ യേശു ഉണ്ടെന്ന് ചുറ്റുപാടുകൾ ശ്രുതി കേൾക്കുന്ന ഭവനമായി തീരട്ടെ. നമ്മുടെ ഭവനം അങ്ങനെ ആയിരിക്കണമെന്നേ. ഒരു സ്തോത്രം പറയാമോ? നമ്മുടെ ഭവനം അങ്ങനെ ആയിരിക്കണം. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്, അവനെ സ്നേഹിച്ചാൽ മതി. താവേ എൻ്റെ വീട്ടിൽ വരണമേ, എൻ്റെ വീട്ടിൽ വരണമേ, ഇന്ന് പ്രസംഗം കേട്ടല്ലോ, എൻ്റെ വീട്ടിൽ വരണമേ എന്നൊന്നും പ്രാർത്ഥിക്കേണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. Start loving him. What's the only one thing? Just love him. That's all. He will come. They will come. The Holy Spirit and the Son and the Father, the all triune God will come and dwell in your home. വിശ്വസിക്കുന്നു ആരെങ്കിലും? വിശ്വസിക്കുന്നോ? അവൻ വരും. സമയം പോയി. ഏകദേശം ഒരേ വയസ്സാന്ന് തോന്നുന്നു ട്രംപിനും ചന്ദ്രബദനും. ചന്ദ്രബദനെ പറ്റിയല്ലേ പറയുന്നത്, ഒരേ വയസ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ക്ലാസ്മേറ്റ് ആണെന്നങ്ങ് വിചാരിക്കുക. അങ്ങനെയൊന്നും അല്ല, പുള്ളിക്ക് ഇഷ്ടമേ അല്ല ആ പേര് കേൾക്കുന്നത്. ഞാനങ്ങ് ഒരു എക്സാമ്പിളാവട്ടെ, കാരണം വയസ്സ് ഒക്കെ ഉണ്ടായോ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് അതങ്ങനെ അവരെ ഒന്നിച്ച് പഠിക്കുന്നതെന്ന്, അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. രണ്ടുപേരും ക്ലാസ്മേറ്റ് ആണെന്നങ്ങ് പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ട്രംപ് വരിക ഹ്യൂസ്റ്റണിൽ US വണ്ടയിലൊക്കെ കയറി ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പം പുള്ളിക്കൊരു താല്പര്യം, എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടല്ലോ, ഒന്നിച്ച് പഠിച്ചത് ഉണ്ടോ, ആമീന്ന് വരെ പറഞ്ഞു. അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ, ആ വീട്ടിലൊന്ന് പോകണം എന്ന് വിചാരിച്ച തെറ്റുണ്ടോ? വിചാരിക്കത്തില്ല, അത് വേറെ കാര്യം. വിചാരിച്ച തെറ്റില്ല. ഇത് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് US-1 ഇവിടെ വന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചന്ദ്രബദൻ്റെ വീടിന് ചുറ്റും സെക്യൂരിറ്റിയാ. മനസ്സിലായില്ല? പിന്നെ സെക്യൂരിറ്റി വന്ന് ചോദിക്കുക, നമ്മുടെ ചമ്പച്ചായ വരുമ്പം ചായ കൊടുക്കാൻ പാലുണ്ടോ എന്ന് ചോദിക്കുമോ? പ്രൊവിഷനും സെക്യൂരിറ്റിയും എല്ലാം. എന്താ കാര്യം? ഒരു രാജ്യത്തിൻ്റെ ലീഡർ വരുന്നു. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലായവർക്കായി സകലത്തിൻ്റെയും ഉടയവൻ, എല്ലാം ഉള്ളവൻ, ലോകത്തിൽ എല്ലാം അവൻ്റേതാ. അവൻ നമ്മുടെ പിതാവ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ സെക്യൂരിറ്റിയും പ്രൊവിഷനും എല്ലാം അതിനകത്തുണ്ട്. പ്രൊട്ടക്ഷൻ, പ്രൊവിഷൻ,
സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. ഒരു ദൈവത്തെ സ്തുതിക്കാമോ? എന്തോ ചെയ്താൽ മതി. ജസ്റ്റ് ലവ് ഹിം. ജസ്റ്റ് ലവ് ഹിം. വേറെ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. കൂടെ പഠിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ലവ് ഹിം. When he come and dwell in your house, the provision will be there, security will be there, protection will be there. Hallelujah. പിശാചികൻ അതുകൊണ്ടാണ് പറയുന്നത് ഒരു വാതയും, ഒരു സ്തോത്രം പറയാമോ, നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ വിളിക്കാൻ വേണ്ടി ഡൽഹി വെച്ച് ഒരാളെ പറഞ്ഞു വിട്ടിട്ട് എന്നെ കൊണ്ടുപോകാതിരിക്കാൻ വളരെ പരിശ്രമിച്ചു. അവസാനം അവിടെ ഏത് വീട്ടിൽ നിന്ന് ആളിനെ പറഞ്ഞു വിട്ടോ അവരോട് പറയുക, പിശാച് ബാധിച്ച വ്യക്തി, എനിക്ക് ആ വീട്ടിൽ ചെന്നിട്ട് അങ്ങോട്ട് കയറാൻ കഴിഞ്ഞില്ലെന്ന്. ഒരു സ്തോത്രം പറയാമോ? ഭക്തന്റെ ഭവനത്തിൽ കയറാൻ പിശാചിന് അധികാരമില്ല. എന്താ കാര്യം? വിശുദ്ധനായ ദൈവം അവിടെയുണ്ട്. ഒരു സ്തോത്രമൊക്കെ ഒന്ന് പറഞ്ഞേ. പിശാചിൻ്റെ തന്ത്രങ്ങളൊന്നും നമുക്ക് ഭയപ്പെടേണ്ട. പിശാചുമുണ്ട്, അവന് തന്ത്രവുമുണ്ട്. പക്ഷേ ദൈവത്തിന് സാന്നിധ്യമുള്ള ഭവനമാണോ, നീ പേടിക്കണ്ട. ഞാൻ ഇനി ബാക്കി പറഞ്ഞെങ്കിൽ ഇവിടെ 11 മണിയായി. പ്രൊവിഷൻ. Proverbs, if you love me, I will give every blessing. പുരാതന ശൂന്യങ്ങളിൽ നിന്ന് സന്തതി പണിയും. അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇൻഹെറിറ്റ് ദ വെൽത്ത് ദാറ്റ് ഐ മേ ഫിൽ ദെയർ ട്രഷേഴ്സ്. ഞാൻ ഈ ഭൗതികത്തിന് വേണ്ടി അല്ല പറയുന്നത്, പക്ഷേ ഭൗതികവും ദൈവം തരുന്നതാണ്. ഒരു സ്തോത്രം പറയാമോ? ബൈബിളിലെ സമ്പത്ത് ഉണ്ടാക്കുവാൻ ആരോഗ്യം തന്നത് ദൈവമാണ്. നമ്മുടെ ആവശ്യത്തിന് പൈസ വേണം. ധനം പാപമല്ല. ധനം പാപമല്ല. പിന്നെന്തോ പാപം? ദ്രവ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ്. ആത്മീയത്തെക്കാൾ ഭൗതികത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു പാപമാണ്. ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. നമ്മുടെ ഭൗതികം അതിലും ട്രഷറായിരിക്കുന്നത് ആത്മീയമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാൽ. അടുത്തത് പെട്ടെന്ന് വയ്ക്കട്ടെ മക്കളെ, ഇത് പോകുന്നില്ലല്ലോ. അത് തന്നെ 4 റോമർ 8:20 എല്ലാവർക്കും ഫേമസ് ആണ്. ഇഫ് യു ലവ് മീ all things work together for good. എന്ന് വിശ്വസിക്കാമോ? എല്ലാം അനുകൂലമായി വരും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ബൈബിൾ പറയുന്നു എല്ലാം മിൽമിലാക്കെ എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാം കൂടെ ചേർന്ന് എല്ലാം നന്മയ്ക്കായി കൂടെ വിശ്വസിക്കാമോ? പക്ഷേ ഇതാണോ നന്മ? എത്ര വർഷമായി പ്രാർത്ഥിക്കുന്ന വിഷയം? ഒന്ന് വിശ്വസിക്കാമോ? ഈ വർഷം അധികമായി സ്നേഹിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം നന്മയ്ക്കായി ചെയ്യും. നാം വിചാരിക്കുന്ന പോലെ പോകാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പറയുന്നു. നോ 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 നോ. For everything there is a purpose behind it. God is good. He always will do good thing, and just to believe and start loving him more, he will do it, and in his time. Hallelujah. ഒരു പാട്ടില്ലേ, in his time he makes all things beautiful. Hallelujah. In his time. അത് നമുക്ക് വിശ്വസിക്കാം. ഇനി അടുത്തത് 1 Corinthians 10. ഇത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. If you love me, I will keep things which God has prepared for him. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. വിശ്വസിക്കാമോ? അപ്പം നമുക്ക് എന്തോ വേണ്ടത്? ജസ്റ്റ് ലവ് ഹിം. സിമ്പിൾ മെസ്സേജാ. കഴിഞ്ഞ ആഴ്ച വളരെ സിമ്പിളാ, ഭയപ്പെടേണ്ട. ഈ ആഴ്ചയിൽ സിമ്പിളാ. എന്തുവാ? ജസ്റ്റ് ലവ് ഹിം. എന്തിനു വേണ്ടിയാ? ആരുടെയും മനസ്സിൽ തോന്നാത്തതും, ആരുടെയും ഹൃദയത്തിൽ ചിന്തിക്കാത്തതും, ആരും കാണാത്തതുമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കാമോ? ഇതുവരെയും തുറക്കാത്ത വാതിൽ ദൈവം 2025-26 തുറക്കുമെന്ന് വിശ്വസിക്കാമോ?
ഇതുവരെയും തുറക്കാത്ത ഭവനത്തിൻ്റെ വാതിലുകൾ, ജീവിതത്തിൻ്റെ, അതായത് ലുദിയാട് ഹൃദയം ദൈവം തുറന്ന പോലെ ചില ഹൃദയവാതിൽ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. ഇതൊന്നും നമ്മൾ കണ്ട കാര്യമൊന്നുമല്ല. മോനെ അടുത്തത് 7:6 ഇഫ് യു ലവ് മീ ഐ വിൽ ഡെലിവർ യു. ഇംഗ്ലീഷിലാണ് ബാക്കി വന്നിരിക്കുന്നത്. മലയാളത്തിൽ നിന്നിരിക്കുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കാനേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ബിക്കോസ് ഹി ഹാസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ. ഹി സെറ്റ് ഹിസ് ലവ്. അവൻ്റെ സ്നേഹം എന്നിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാനവനെ വിടുവിക്കും. ഈ ദിവസങ്ങളിൽ ഒരു അസുഖമോ ഒരു പനിയോ ഒരു ചുമയോ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ആവശ്യമാണ്. ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കാമോ? ഒറ്റ കാര്യം ചെയ്താൽ മതി. ജസ്റ്റ് സ്റ്റാർട്ട് ലവിങ് ഹിം. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, 2 വാക്യങ്ങളുണ്ട്. ഇഫ് യു ലവ് മീ വിൽ റിസീവ് ദ ക്രൗൺ ഓഫ് ലൈഫ്. ജീവകിരീടം ആർക്കേ ഉള്ളൂ? ഒന്ന് പറഞ്ഞേ. എന്നാൽ അത് വാക്യം ഒന്ന് വായിച്ചു വിട്ടാലും മലയാളത്തിൽ. Blessed is the man who endures temptation, for when he has been approved, he will receive the crown of life, which the Lord has promised to those who love him. മലയാളം. ആർക്ക് കിട്ടുന്നതായത്? അതല്ലോ നമ്മുടെ ടോപ്പിക്ക്. എല്ലാവരും കിട്ടുന്നില്ല. തന്നെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്ന വാഗ്ദത്തം ചെയ്ത ജീവകിരീടം. അതിൻ്റെ അർത്ഥം എന്താ? പ്രതിഫലം കിട്ടുമെന്ന്. മറ്റേ വാക്യോട് വായിക്കാം. 2:5. Listen, my beloved brother, has God not chosen the poor of this world to be rich in faith, heirs of the kingdom which he promised to those who love. എന്തുവാ? വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശം. ഇസ്രായേൽമാർക്ക് നോക്കി വെച്ച ഭൂമി കനാനായിരുന്നു. പുതിയ നിയമഭക്തനെ നോക്കി വെച്ചത് സ്വർഗീയ പരദേശയാണ്. അവിടെ ചെന്നത് നിനക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ലവ് ഹിം. ഒരു സ്തോത്രം ഒന്ന് പറയാമോ? നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുതിയിരിക്കാം. സമയം പോയി. ഇന്ന് പകൽ പറഞ്ഞ വിഷയം ഓർക്കുന്നുണ്ടോ? ഹലോ. 1, സ്നേഹിക്കുന്ന സഭയ്ക്ക് ദൈവം ആടുകളെ ഹാൻഡ് ഓവർ ചെയ്യും. കർത്താവിനെ സ്നേഹിക്കുന്ന EPC ചർച്ചിന് ദൈവം ആത്മാക്കളെ നൽകുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവം സ്തുതിക്കാമോ? 2, സ്നേഹിക്കുന്നവന് അവനോട് കൂടെ വന്ന് ദൈവം വസിക്കുമെന്ന്. ദൈവ സാന്നിധ്യമുള്ള ഭവനമായിരിക്കും നമ്മുടെ ഭവനം. 3, സ്നേഹിക്കുന്ന എല്ലാ ബ്ലെസ്സിങ്സും, സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ ആൻഡ് ഫിസിക്കൽ, നമ്മുടെ പ്രയോറിറ്റി സ്പിരിച്വൽ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 4, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. 5, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്ത രീതിയിൽ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. 6, അവൻ എന്നോട് പറ്റിയിരിക്കാൻ. He set his love in me. എന്നിൽ അവന്റെ സ്നേഹം വെച്ചിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഈ ഒരു കാര്യം പറയട്ടെ, പലപ്പോഴും വിടുതൽ ആവശ്യമുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ ഒരു ദിവസം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് വിടുതൽ ലഭിക്കും. ആരും നല്ല സ്തോത്രം പറഞ്ഞില്ല, പേടിയാ. ചില വിഷയങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
മറുപടി കിട്ടിയില്ല, കർത്താവിൻ്റെ സന്നിധിയിൽ പോയെന്ന് വിചാരിച്ചാൽ ഭാരപ്പെടരുത്. അതും ഒരു വിടുതല ഉണ്ടോ. പതുക്കെ ഹല്ലേലൂയയൊക്കെ പറയത്തുള്ളൂ. ഈ കഷ്ടതയും പ്രയാസമൊക്കെ മാറി ചെയ്ത വിശ്രമിക്കാൻ വേണ്ടി പോകുന്നത് നല്ലതല്ലേ? ഇവിടെ ധൃതി വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ആക്കിയത് ചെയ്തിട്ട് പോകണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ലാസ്റ്റിൽ അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തു ചെയ്യും? പ്രതിഫലമുണ്ട്, ജീവകിരീടമുണ്ട്. നോക്കി വെച്ചിരിക്കുന്ന സിയോൻ ദേശം നമുക്ക് വേണ്ടി തന്നെ മണവാട്ടിക്ക് തരും. അതിനുവേണ്ടി കാത്തിരിക്കാം. ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, ജസ്റ്റ് ലവ് ഹിം, ദാറ്റ്സ് ഓൾ, നത്തിങ് എൽസ്. 2026 ഈ പീസ് ചർച്ചിനോട് ദൈവാത്മാവ് ആരംഭത്തിലെ വിളിച്ചു പറയുക, ചർച്ച്, യു ജസ്റ്റ് ടച്ച് ലവിങ് ഹിം, God is going to do miracles in our house, in our church, in our personal life, in our family life. God bless you all. We're going to sing a song. ഒന്നിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തുടർന്ന് ഞങ്ങൾ വിളിക്കും വേണ്ടി പോകും.